ഹലോ, നമുക്ക് ഇന്നൊരു യുദ്ധം കാണാൻ പോയാലോ? വായോ, പെട്ടെന്ന് പോവാം. നമ്മൾ കുറച്ച് ലേറ്റാണ്. നമ്മൾ ഓൾറെഡി ചെന്നപ്പോൾ അവിടെ യുദ്ധം തുടങ്ങി. ഇത് യുദ്ധമല്ല കേട്ടോ, ഇത് പണ്ട് നടന്ന ഒരു വാറിനെ റീഎനാക്ട് ചെയ്ത് കാണിക്കുന്നതാണേ. ഈ പരിപാടിയുടെ പേര് ദ ക്വേ വേൾഡ് എന്നാ. ഇത് ഇവിടെ മാത്രമല്ല, ബെനലക്സ്, അതായത് ബെൽജിയം, നെതർലാൻഡ്സ്, ലക്സംബർഗ്, അവിടെ എല്ലാം ഇവർ പോയി പരിപാടി അവതരിപ്പിക്കാറുണ്ട്. അപ്പം ഇത് പണ്ട് 1977 നടന്ന വാറിൽ മരിച്ചുപോയ ഒരു ഡ്യൂക്കിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഇവരിത് ചെയ്തതേ. ഇതൊരു മിഡീവൽ ഫെസ്റ്റിവലായിട്ടാണ് കാണുന്നത്. ഇയർലി എല്ലാ വർഷവും ജൂണിൽ ഇതിവിടെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നടക്കുന്നത് ആൻഡ്വെർപ്പിലെ ഡ്യൂർണയിലെ റിവർനോഫ് പാർക്കിലാണ്. അങ്ങനെ ഞങ്ങളെ യുദ്ധം കാണാൻ വന്നിട്ട് യുദ്ധം കാഴ്ച പെട്ടെന്ന് നിർത്തി. ഭയങ്കര സൗണ്ടായിരുന്നു. അത് കാരണം നമ്മൾ നിർത്തി പോന്നിട്ട് ഇവിടെ നമുക്ക് കുറേ സാധനങ്ങൾ മേടിക്കാൻ പറ്റും. അമ്പും വില്ലും കത്തിയും കോടാലിയൊക്കെ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി വന്നേക്കും കേട്ടോ. ഈ ബാറ്റിലേക്ക് റീഎനാക്ട് ചെയ്യുന്ന പോലെ തന്നെ അവരുടെ ക്രാഫ്റ്റ്സും അവരുടെ ആ ഒരു സ്കിൽസും എല്ലാം നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ അവിടെ അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് മേടിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വന്നതേ വിച്ചുവും ഹെയർ ബേബിയും എല്ലാം അവരുടെ ഓരോ തൊപ്പിയൊക്കെ വെച്ച് നോക്കി. ഇതൊക്കെ നോക്കി, ഇത് ഒറിജിനലാട്ടോ. ഒറിജിനൽ അമ്പും വില്ലിൻ്റെ വില്ല് സംഭവങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാട്ടോ, കാണാൻ തന്നെ നല്ല ഭംഗി. ഇവിടെ ഇതുകൂടാതെ പിള്ളേർക്കൊക്കെ ഇത് ഇങ്ങനെ അമ്പ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉണ്ടേ. നമ്മളിങ്ങനെ ഓരോരോ സ്റ്റാളുകൾ കയറി ഇറങ്ങി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. കുറേ സംഭവങ്ങളുണ്ട് കാണാനേ. അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഒരു ഒറിജിനൽ വാളി കണ്ട ഭാര്യ എടുത്തൊന്ന് കൈ പിടിച്ചോട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്, കഷ്ടപ്പെട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇതതുപോലെ നോക്ക്, ആനിമൽസിൻ്റെ ഒറിജിനൽ സ്കിൻ വെച്ചിട്ടുള്ള മാറ്റിക്കാണ്. പിന്നെ അതുകൂടാതെ അവരുടെ ഫുഡും ബിവറേജസും ഒക്കെ ഉണ്ട് അവിടെ കേട്ടോ. അപ്പം നമ്മളൊരു ഡ്രിങ്ക് മേടിച്ച് ട്രൈ ചെയ്യുവാണ്. നാടൻ അവരുടെ വാറ്റാന്നാ തോന്നുന്നത്. ഹണിയൊക്കെ വെച്ചിട്ടുള്ള ഡ്രിങ്ക് കൊള്ളായിരുന്നു കേട്ടോ. നമ്മളത് മേടിച്ചവിടെ നിന്ന് ഞങ്ങൾ യുദ്ധമൊക്കെ കണ്ടു കഴിഞ്ഞ് വന്ന് റെസ്റ്റ് എടുക്കുക. യുദ്ധം ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന ക്യാമ്പ് ഇവിടെ അതിൻ്റെ പുറകില് ഇതേ കാണുന്നൊക്കെ അവരുടെ ക്യാമ്പ് കേട്ടോ. ഇവിടെ ആട്ടോ അവർ താമസിക്കുന്നത്. ഇതേ വാറൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു വരുക കേട്ടോ, ഗ്രൂപ്പായിട്ട്. നല്ല രസമില്ലേ അവരിങ്ങനെ ഈ കോസ്റ്റ്യൂമിൽ വരുന്ന കാണാൻ. അങ്ങനെ ബാറ്റിലെല്ലാം അവസാനിച്ച് എല്ലാവരും തിരിച്ചു വരുന്നതൊക്കെ കണ്ട് കുറേ നേരം അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബോറടിച്ച് ഞാനും വെച്ചു ഹെറാബിയും കൂടെ കുറച്ച് നേരമൊക്കെ അവിടെ കിടന്നൊന്ന് കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എന്നിട്ട് പതുക്കെ നമുക്ക് വീട്ടിൽ പോയേക്കാം. അപ്പോൾ നമ്മൾ ചുമ്മാ ഒന്നല്ല വീട്ടിൽ പോകുന്നത്. ഇതേ നോക്കിക്കേ, വാളും പരിചയും തൊപ്പിയും എല്ലാം ഉണ്ട്. ഇതൊക്കെ വിച്ചുവിൻ്റെ ശങ്കർ മേടിച്ചതാ.